എല്ലാവർക്കും നമസ്കാരം. +2 എക്കണോമിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നോക്കിയിട്ടുള്ളത് ബഡ്ജറ്റ് ലൈൻ, വരുമാനവും ഉപഭോക്താവിൻ്റെ വരുമാനവും അതുപോലെ രണ്ട് വസ്തുക്കളുടെ വിലയും മാറ്റം സംഭവിക്കുന്നുണ്ടാകുന്ന ഫലം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എങ്ങനെയാണ് ഉപഭോക്താവ് ഈ ബണ്ടിലുകൾ, ലഭ്യമായ ബണ്ടിലുകൾ തിരഞ്ഞെടുക്കപ്പെടുക? ഹൗ എ കൺസ്യൂമർ സെലക്ട് the commodities available or bundles available to him according to his income and the prevailing market price. നിലവിലുള്ള കമ്പോള വിലയുടെയും തൻ്റെ കയ്യിലുള്ള വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെ ലഭ്യമായ ബണ്ടിലുകൾ ഉപഭോക്താവ് തിരഞ്ഞെടുക്കും? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിന് പിന്നിൽ ഉള്ളത്. ദ സെലക്ഷൻ ഓഫ് ദ ബണ്ടിൽ വിത്ത് ഹിസ് available income at a prevailing market price. Consumer can select any bundle according to taste and preference. Taste and preference. ഉപഭോക്താവിൻ്റെ ഇഷ്ടങ്ങളും മുൻഗണനകളും അനുസരിച്ചാണ് പ്രധാനമായും ഉപഭോക്താവ് ഏത് ബണ്ടിൽ, ലഭ്യമായ ബണ്ടിലുകളിൽ നിന്ന് ഏത് ബണ്ടിൽ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഉപഭോക്താവിൻ്റെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ മുൻവിധികളും അല്ലെങ്കിൽ മുൻഗണനകളും അടിസ്ഥാനമാക്കാം. ദെൻ പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. എല്ലാ ബണ്ടിലുകളും, ലഭ്യമായ ബണ്ടിലുകളെല്ലാം തന്നെ കൺസ്യൂമറിന് തുല്യമായ സംതൃപ്തിയെല്ലാം നൽകുക, വ്യത്യസ്തമായ സംതൃപ്തി നൽകുന്ന ബണ്ടിലുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ P1 ₹5, P2 ₹4, ഇൻകം =20. ഇവിടെ ലഭ്യമായ ബണ്ടിലുകൾ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരുന്നു 0.5. 0 ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1 ആണെങ്കിൽ ഗുഡ് 2 5 യൂണിറ്റ് മാക്സിമം വാങ്ങാം. ബാക്കിയുള്ളത് നമുക്ക് അതേപോലെ എഴുതാം. (0.2, 0.1, 0.0). അടുത്തത് X1 ക്വാണ്ടിറ്റി 1 യൂണിറ്റ് കൊടുക്കുക. ആ സമയത്ത് X2 എത്ര വാങ്ങാം? 3. 1 × 5 5, ബാക്കി 20, 15 ബാക്കിയുള്ളത്. 15-ന് 4 രൂപ വിലയുള്ള എത്ര വസ്തു വാങ്ങാം, എത്ര യൂണിറ്റ് വാങ്ങാം? 3. ദെൻ ബാക്കി താഴെയുള്ള നമുക്ക് സുഖമായിട്ട് എഴുതി പോകാം. ദെൻ ഒന്നാമത്തെ യൂണിറ്റിന് പകരം നമ്മൾ 2 യൂണിറ്റ് കൊടുക്കുക, 2. ദെൻ 2 യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2 × 5 10. ദെൻ ബാക്കി 10 രൂപയാണുള്ളത്. 4 രൂപ വിലയുള്ള 2 വസ്തുക്കൾ മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ദെൻ 2 നെക്സ്റ്റ് 3 കൊടുക്കുക, 3 യൂണിറ്റ്സ് ഓഫ് ഗുഡ് 1. ദെൻ അറ്റ് ദാറ്റ് ടൈം 3 × 5 50. ബാക്കി എത്രയാണുള്ളത്? 5 രൂപയാണുള്ളത്. 5 രൂപ വിലയുള്ള 1 യൂണിറ്റ് മാത്രമേ, ഗുഡ് 1 മാത്രമേ, ഗുഡ് 2 മാത്രമേ കൺസ്യൂമർ വാങ്ങാൻ സാധിക്കുള്ളൂ. അപ്പോൾ 3130. പിന്നെ ലാസ്റ്റ് 4 കൊടുക്കുക. X1-ന് 4 കൊടുക്കുന്നു. ആ സമയത്ത് എത്ര യൂണിറ്റ് വാങ്ങാം? P2 എന്ന് പറയുന്നത് 0 യൂണിറ്റ്. ഇത്രയുമാണ്. P1 5, ഗുഡ് 1-ൻ്റെ വില 5 രൂപയും ഗുഡ് 2-ൻ്റെ വില 4 രൂപയും വരുമാനം 20 രൂപയാൽ ആകെ ലഭ്യമായ ബഡ്ജറ്റ് സെറ്റ് അല്ലെങ്കിൽ ഉപഭോക്താവിന് ലഭ്യമായ ബണ്ടിലുകൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇതിൽ ഓൺ ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് 0.5ഉം 40 മാത്രമാണ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ. ബാക്കിയെല്ലാം ബിലോ ദ ബഡ്ജറ്റ് ലൈൻ. ഓൾ ദ ബണ്ടിൽസ് എക്സെപ്റ്റ് 0.5 and 40 ലൈൻസ് ബിലോ ദ ബഡ്ജറ്റ് ലൈൻ. ദെൻ ഇവിടെ ദ പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സാറ്റിസ്ഫാക്ഷൻ ഡെറൈവ്ഡ് ഫ്രം ദ 2 ഗുഡ്സ്. ഇവിടെ ബണ്ടിലായിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് സെലക്ഷൻ ഓഫ് ദ ബണ്ടിൽ or preference of the consumer in the budget set depends on the satisfaction derived from each bundle. ഇവിടെ തന്നിരിക്കുന്നതിൽ എങ്ങനെയാണ് കൺസ്യൂമർ മുൻഗണന നടത്തുക? രണ്ട് വസ്തുക്കൾക്കും തുല്യ പ്രാധാന്യം നൽകുകയാണെങ്കിൽ ഈ നിലവിലുള്ള ബഡ്ജറ്റ് സെറ്റിൽ
കൺസ്യൂമർ സെലക്ട് ചെയ്യുക ആദ്യം ഏതായിരിക്കും? 2 ആയിരിക്കും. കാര്യം 2 യൂണിറ്റ് ഗുഡ് 1 ലഭിക്കുന്നുണ്ട്, 2 യൂണിറ്റ് ഗുഡ് 2 ലഭിക്കുന്നുണ്ട്. മറ്റേത് ബണ്ടിൽ എടുത്തു കഴിഞ്ഞാലും ആ ഒരു കോമ്പിനേഷൻ ഇല്ല. മാക്സിമം 2 വസ്തുക്കളും ഒരുപോലെ കൺസ്യൂമറിന് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ദിസ് ബണ്ടിൽ റെപ്രസെൻറ്റ്സ് more of at least one good and no less of other compared to all other bundles in the budget set. ഒരു വസ്തുവിൻ്റെ അളവ് കൂടുതൽ, മറ്റേ വസ്തുവിൻ്റെ അളവ് കുറയുന്നില്ല മറ്റ് ബണ്ടിലുകളെ അപേക്ഷിച്ച്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രിഫറൻസ് ആയിട്ട് കൺസ്യൂമർ സെലക്ട് ചെയ്യുക 2. അപ്പോൾ ഇതിന് ഫസ്റ്റ് റാങ്കിങ് ആയിരിക്കും നൽകുക. അപ്പോൾ പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ക്യാൻ ബി പ്രിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് റാങ്ക് ചെയ്തിട്ടാണ്. നമ്മൾ സാറ്റിസ്ഫാക്ഷൻ വി കനോട്ട് മെഷർ കാർഡിനലി, ദെൻ വി ക്യാൻ മെഷർ ബൈ റാങ്കിങ്. സാറ്റിസ്ഫാക്ഷൻ നമുക്ക് റാങ്ക് ചെയ്യാനായി പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത് 2 എന്ന ബണ്ടിലിനായിരിക്കും. ഇനി അതിന് താഴെ എന്ന് പറയുന്നത് സെക്കൻഡ് റാങ്കിൽ വരുന്നത് 1 3 3 1. ബാക്കി എല്ലാത്തിലും ഇൻഡിഫറൻ്റ് ആണ്. 1 3 3 1 ആയാൽ കൺസ്യൂമർ എന്താണ്? ഇൻഡിഫറൻ്റ് ആണ്. 1 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 യൂണിറ്റ് ഗുഡ് 1, 3 യൂണിറ്റ് ഗുഡ് 2. നേരെ തിരിച്ച് 3 1 എടുത്തു കഴിഞ്ഞാൽ 3 യൂണിറ്റ് ഗുഡ് 1, 1 യൂണിറ്റ് ഗുഡ് 2. ഇവിടെ ഏത് സെലക്ട് ചെയ്യാലും ഒന്ന് കൂടുതലായിരിക്കും. ഒന്നുകിൽ ഗുഡ് 1 കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഗുഡ് 2 കൂടുതലായിരിക്കും. രണ്ടും കൂടുതലല്ല. ആദ്യത്തേനെ സംബന്ധിച്ച് രണ്ടും ഒരു ആവറേജ് ലഭിക്കുന്നുണ്ട്. ദെൻ അടുത്ത റാങ്കിങ് എന്ന് പറയുന്നത് തേർഡ് റാങ്ക് 1 2 2 1 ആയി. 1 2 2 1. ദെൻ നെക്സ്റ്റ് ഫോർത്ത് റാങ്കിങ് 1 1. 2 ഗുഡും ലഭിക്കും. ഇത് ഒഴികെയുള്ള ബാക്കി എല്ലാ ബണ്ടിലുകളും ഏതെങ്കിലും ഒരു ഗുഡ് മാത്രമേ കൺസ്യൂമറിന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം ഫിഫ്ത്ത് റാങ്കിങ്ങിലാണ് വരിക. അതായത് 0 5 4 0 0 4 0 2 0 1 0 0 1 0 2 0 3 0 എക്സെട്ര. അപ്പോൾ അഞ്ചാമത്തെ റാങ്ക് നൽകുന്നത് ബാക്കിയെല്ലാം, അതായത് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി 0 ആയിട്ടുള്ള ബണ്ടിലുകളാണ് അവസാനത്തെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും കൺസ്യൂമറിൻ്റെ മുൻഗണന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 2 ആണ് ടോപ്പ് പ്രയോറിറ്റി നൽകിയിരിക്കുന്നത്. ദെൻ അടുത്തത് 1 3 3 1. ഈ രണ്ടാമത്തെ പ്രിഫറൻസിൽ കൺസ്യൂമർ ഈ 2 ബണ്ടിലുകളിൽ ഇൻഡിഫറൻ്റ് ആയിരിക്കും. ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും മെച്ചമില്ലാത്ത ഒരു സാഹചര്യം. അതുപോലെ മൂന്നാമത്തതിൽ സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത്തതിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 ബണ്ടിലുകളിൽ കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആണ്. ദെൻ നാലാമത്തെ 1 1, അഞ്ചാമത്തേത് 0 5 4 0 0 4. ഇങ്ങനെയാണ്. ഇത് ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസാണ്. ഇതെല്ലാം ലഭ്യമല്ലെങ്കിൽ മാത്രമേ ഇതിൽ കൺസ്യൂമർ സെലക്ട് ചെയ്യപ്പെടുകയുള്ളൂ. ഇതാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമർ സെലക്ട് ദ ബണ്ടിൽസ് with his available income at a prevailing market price. Consumer chooses the bundle from budget set on the basis of taste and preference. Preference can be ranked according to the priority. In the example, 2 2 is the top priority, then 1 3 3 1 is the second priority, 1 2 2 1 is the third priority, then like that. ഇവിടെ ടോപ്പ് പ്രയോറിറ്റി നൽകിയിരിക്കുന്നത് 2 2 എന്ന ബണ്ടിലിൽ ആണ്. 2 2 എന്ന ബണ്ടിലാണ് 2 യൂണിറ്റ് ഗുഡ് 1ഉം 2 യൂണിറ്റ് ഗുഡ് 2ഉം ലഭിക്കുന്നു. മറ്റേതൊരു ബണ്ടിലും ഇത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ബണ്ടിൽ ഇല്ല. ദെൻ ഇതിൽ തന്നെ 2 2 ബണ്ടിൽ നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്ക് വിളിക്കാം. ഇറ്റ് ഈസ് ദ ബണ്ടിൽ. Suppose the consumer select this bundle which has more of at least one good, more of at least one good,
one good and no less of other compared to all other bundles. Compared to all other bundle. മറ്റ് ബണ്ടിലുകളെ അപേക്ഷിച്ച് ഇവിടെ 2 എന്ന ബണ്ടിൽ ഒരു ഗുഡിൻ്റെ അളവ് കൂടുതലും മറ്റേ ഗുഡിൻ്റെ അളവ് കുറവുമില്ലാതെ ലഭ്യമാകും. ഏതെങ്കിലും ഒരു 2 ബണ്ടിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. 2 എന്നെടുക്കുക. ഇതാണ് പ്രയോറിറ്റി ബണ്ടിൽ എന്ന് പറയുന്നത്. ഈ ബണ്ടിൽ 1-3 എന്ന ബണ്ടിലുമായി കമ്പയർ ചെയ്യാം. അത് രണ്ടാമത്തെ പ്രിഫറൻസാണ്. ഇവിടെ 2 എന്നെടുത്തു കഴിഞ്ഞാൽ ഗുഡ് വണ്ണിൻ്റെ അളവ് രണ്ടാമത്തെ ബണ്ടിൽ 1 ആണ്, അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുഡ് കൂടുതലുണ്ടായിരിക്കണം, അത് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഏതെങ്കിലും 2 വസ്തുക്കളുടെ യൂണിറ്റിൽ ഏതെങ്കിലും ഒന്ന് രണ്ടാമത്തെ വസ്തുവിനെ അപേക്ഷിച്ച് കുറയാൻ പാടില്ല. കുറയാൻ പാടില്ല എന്ന് പറയുന്നത് 2 എന്ന ബണ്ടിൽ ഇവിടെ ഗുഡ് വണ്ണ് മാത്രമായി കമ്പയർ ചെയ്യുന്നുള്ളൂ. 2 എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കുറവല്ല കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് 2 ഈസ് ദ മൊണോട്ടോണിക് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഈ ടേമിനെ നമ്മൾ പറയുന്നത് മൊണോട്ടോണിക്. ഗുഡ് വൺ ഒരു യൂണിറ്റ് നേടുന്നതിന് വേണ്ടി എത്ര യൂണിറ്റ് ഗുഡ് 2 വിട്ടുകൊടുക്കേണ്ടി വരുന്നു? കാര്യം വരുമാനം, നിശ്ചിത വരുമാനം മാത്രമാണുള്ളത്. നിശ്ചിത വരുമാനമുള്ള ഉപഭോക്താവ് എല്ലാ കോമ്പിനേഷനും ഒരേ സമയം സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ബണ്ടിൽ നിന്ന് പകരം മറ്റൊരു ബണ്ടിൽ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗുഡ് 2വിൻ്റെ അളവ് ഗുഡ് 1 ആണ് വേണ്ടതെങ്കിൽ ഗുഡ് 2വിൻ്റെ അളവ് കുറഞ്ഞ് വരും. ഈ നിരക്കിനാണ് നമ്മൾ പറയുന്നത് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ് 2 ദാറ്റ് ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ഗിവ് അപ്പ് ഫോർ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഗുഡ് 1. ഗുഡ് 1 ഒരു യൂണിറ്റ് കൂടുതലായി വേണമെങ്കിൽ ഉപഭോക്താവ് ഗുഡ് 2വിൻ്റെ അളവ് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഒഴിവാക്കേണ്ടി വരുന്നു. കുറച്ച് മാത്രമേ വാങ്ങാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഗുഡ് 2വിൻ്റെ അളവിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഗുഡ് 2 ഗുഡ് 1 വാങ്ങുന്നതിന് വേണ്ടി ഗുഡ് 2 എന്തുമാത്രം നിരക്കിലാണ് ഉപേക്ഷിക്കുന്നത്? ഗുഡ് 2വിന് പകരമാണ് ഗുഡ് 2 1 വാങ്ങുന്നത്. അപ്പോൾ എത്രയാണ് ആ നിരക്ക്? അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദ റേറ്റ് ഓഫ് ഓർ ദ എമൗണ്ട് ഓഫ് ഗുഡ് 2 ദാറ്റ് ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ഗിവ് അപ്പ് ഫോർ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഗുഡ് 1. Then consider all the bundles. Consider all the bundles. If consumer wants more and more unit of good 1, ഇത് കൂടുതലായി വേണം എന്ന് വിചാരിക്കുക. ഇത് കൂടുതലായി വേണമെങ്കിൽ the amount of good 2 that the consumer given up will comes down. The rate of substitution is the amount of good 2 that the consumer is willing to give up for additional unit of good 1. Then for consuming more and more unit of good 1, the consumer, the amount of good 2 that the consumer given up will comes down. good 1ൻ്റെ അളവ് കൂടുതലായി വേണമെങ്കിൽ ഗുഡ് 2വിൻ്റെ അളവ് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഈ വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഗുഡ് 2വിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഇതിനാണ് നമ്മൾ പറയുന്നത് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, DMRS എന്ന് പറയും. DMRS, ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. The amount of good 2 that the consumer is willing to given up for more and more unit of good 1 will decreases. That is the diminishing marginal rate of substitution. ഗുഡ് 1 കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടി ഗുഡ് 2വിൻ്റെ അളവ് ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെ നിരക്ക് എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് വരുന്നു. ആദ്യം ഒരു നിശ്ചിത യൂണിറ്റ് വിട്ടുകൊടുക്കുന്നു, പിന്നീട് ആ നിരക്ക് എന്ത് ചെയ്യുന്നു? കുറഞ്ഞ് വരും. ഇതിനാണ് നമ്മൾ പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡെൽറ്റ x2 ഡെൽറ്റ x1. Rate of substitution is equal to change in x2 with the change in x1.
x1 കൂടുതൽ x1-ൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് x2-ൽ മാറ്റമുണ്ടാകുന്നു. x2-ൽ കുറവാണ് സംഭവിക്കുക, x1 ഓരോ യൂണിറ്റ് കൂടുന്നതനുസരിച്ച് x2-ൻ്റെ അളവ് കുറയുന്നു. ഈ നിരക്കിനാണ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ദെൻ ദിസ് റേറ്റ് വിൽ കംസ് ഡൗൺ വിത്ത് ദ ഇൻക്രീസ് ഇൻ x1. x1-ൻ്റെ അളവ് കൂടി അല്ലെങ്കിൽ ഗുഡ് വണ്ണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, x2 കുറയുന്നതിൻ്റെ അളവ് കുറയുന്നു അല്ലെങ്കിൽ നിരക്ക് കുറയുന്നു. ഇതിനാണ് നമ്മൾ പറയുന്നത് DMRS, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ, എങ്ങനെ കൺസ്യൂമർ ലഭ്യമായ തൻ്റെ വരുമാനത്തിന് അനുസരിച്ച് ലഭ്യമായ ബണ്ടിലുകളെ തിരഞ്ഞെടുക്കും. പ്രധാനമായും 2 കാരണങ്ങളാണ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. തൻ്റെ ഇഷ്ടങ്ങളും മുൻഗണനകളും അനുസരിച്ചാണ് കൺസ്യൂമർ സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ബണ്ടിലുകളായിട്ടാണ് തിരഞ്ഞെടുക്കുക. ദെൻ ഈ ബണ്ടിൽ തിരഞ്ഞെടുക്കുന്നതിൽ ഗുഡ് വൺ കൂടുതലായി വേണമെങ്കിൽ ഗുഡ് ടുവിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഈ ഉപേക്ഷിക്കേണ്ട നിരക്കിനാണ് നമ്മൾ പറയുന്നത് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. പ്രിഫറൻസ് നമ്മൾ പ്രധാനമായും റാങ്ക് ചെയ്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. കൺസ്യൂമർ ക്യാൻ റാങ്ക് ഫ്രം ദ ബഡ്ജറ്റ് സെറ്റ് അക്കോർഡിംഗ് ടു ഹിസ് ടേസ്റ്റ്. Then rate of substitution is the amount of good 2 that the consumer is willing to give up for additional unit of good 1. Good 1 അഡീഷണലായി വാങ്ങുന്നതിന് വേണ്ടി ഗുഡ് 2ൻ്റെ അളവ് ഉപേക്ഷിക്കുന്നു. ആ നിരക്കിനാണ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. Then this rate will comes down with the increase in additional unit of good 1. ഗുഡ് 1ൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഈ ഉപേക്ഷിക്കപ്പെടുന്ന നിരക്ക് എന്ത് ചെയ്യുന്നു, ഗുഡ് 2ൻ്റെ അളവ് ഉപേക്ഷിക്കപ്പെടുന്ന നിരക്ക് കുറഞ്ഞു വരുന്നു. ആ കൺസെപ്റ്റിനാണ് നമ്മൾ പറയുന്നത് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ഡെൽറ്റ x2 ഡിവൈഡ് ബൈ ഡെൽറ്റ x1. വിത്ത് ദ ഇൻക്രീസ് ഇൻ x1, ചേഞ്ച് ഇൻ x1, യൂണിറ്റ് ഓഫ് ഗുഡ് 2 x2 ഡിക്രീസസ്. ദെൻ അവസാനം നമ്മൾ പറഞ്ഞാൽ DMRS, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.